Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള MCQ പ്രാക്ടീസ് ആണ് നമ്മളിപ്പോൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 8 മണിക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, MCQ പ്രാക്ടീസസ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേറ്റഡ് വിത്ത് ഇല്ലീഗൽ ഇൻകം ആണ്. ഇല്ലീഗൽ ഇൻകം ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, legality of income is irrelevant for taxation. Number 3, illegal income is taxable. 3 statements. 1 and 2 are correct, 2 and 3 are correct, only 3 is correct, all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇല്ലീഗൽ ഇൻകം ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. ഇല്ലീഗൽ ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ ടാക്സബിൾ ആണ്. സ്മഗ്ലിംഗ് ഇൻകം ആവട്ടെ, എന്ത് രീതിയിലും സ്പെക്കുലേഷനോ എന്താണെങ്കിലും അത് ടാക്സബിൾ ആണ്, വെദർ ഇറ്റ് ഈസ് ലീഗൽ ഓർ ഇല്ലീഗൽ. ഓക്കെ. നമ്പർ 2, ലീഗാലിറ്റി ഓഫ് ഇൻകം ഈസ് ഇറലവൻറ്റ് ഫോർ ടാക്സേഷൻ. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? ഇൻകത്തിന്റെ ലീഗാലിറ്റി എന്ന് പറയുന്നത് ടാക്സേഷൻ പർപ്പസിന്റെ കേസിൽ നോക്കില്ല. ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും ടാക്സബിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ലീഗാലിറ്റി എന്ന് പറയുന്നത് ഇറലവൻ്റാ. എങ്ങനെയാണെങ്കിലും അവിടെ ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇല്ലീഗൽ ഇൻകം ഈസ് ടാക്സബിൾ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാൻ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12, റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്. Capital receipts are generally not taxable. Generally. Then number 2, capital receipts are taxable only if specifically included. Number 3, all revenue receipts are taxable without exception. So 1 and 2 are correct, 2 and 3 are correct, only 1 is correct, all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, capital receipts are generally not taxable എന്ന് പറയുന്നത് ശരിയല്ലേ? ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, ഇപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലോൺ എടുത്തു, ഇങ്ങനെ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സബിൾ അല്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി രണ്ടാമത് എന്താ? ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആർ ടാക്സബിൾ ഓൺലി ഇഫ് സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ്. അതും ശരിയല്ലേ? ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ജനറലി ടാക്സബിൾ അല്ല, എപ്പോഴാണ് ടാക്സബിൾ ആവാച്ച സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ചില സ്പെഷ്യൽ കേസസിൽ. ഏതൊക്കെയാ? ക്യാപിറ്റൽ ഗെയിൻ അറിയാം നമുക്ക്, ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ടെർമിനേഷൻ, ഒരു ജോബിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം കോമ്പൻസേഷൻ കിട്ടി, കുറച്ചധികം എമൗണ്ട്, അവിടെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, അതുപോലെ ഗിഫ്റ്റ് അണ്ടർ സെക്ഷൻ 56 പ്രകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കലി പറയുന്ന കുറച്ച് കേസസ് ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ പോലെ അത് ടാക്സബിൾ ആണ്. ജനറലി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ടാക്സബിൾ അല്ല. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ റവന്യൂ റിസീപ്റ്റ്സ് ആർ ടാക്സബിൾ വിതൗട്ട് എക്സെപ്ഷൻ. എല്ലാ റവന്യൂ റിസീപ്റ്റ്സും ടാക്സബിൾ ആണ്. അവിടെ ഒരു എക്സംഷൻ ഒന്നിനും ഇല്ല എന്നാ പറയണം. അത് തെറ്റല്ലേ? അവിടെ എക്സംഷൻസ് ഇല്ലേ? ഇപ്പം അഗ്രികൾച്ചറൽ ഇൻകം എക്സംഷൻസ് ഉണ്ട്, എക്സംപ്റ്റഡ് അലവൻസസ് ഉണ്ട്, അതൊക്കെ എക്സംഷൻസ് ഉള്ളതാണ്. അപ്പം എല്ലാ റവന്യൂ റിസീപ്റ്റ്സും ടാക്സബിൾ, എക്സംഷൻ ഇല്ലാണ്ട് ടാക്സബിൾ ആണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ 1ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാൻ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് aggregate of income under 5 heads.
Number 2, gross total income includes exempt income. Number 3, set of losses is done before computing gross total income. 1 and 3 are correct. 1 and 2 are correct. Only 1 is correct. All are correct. നോക്കാം. Gross total income is the aggregate of income under 5 heads. ശരിയല്ലേ? Income from salary, HP, PGBP, capital gain, other sources. In the 5 heads in the total ആണ് gross total income. Correct statement. Gross total income includes exempt income. അത് തെറ്റാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ എക്സംപ്റ്റ് ഇൻകം ഇല്ല. ടാക്സബിൾ ആയിട്ടുള്ള ഇൻകത്തിൻ്റെ സമ്മേഷനാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്, നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ. സോ അത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നമ്പർ 3, സെറ്റ് ഓഫ് ലോസ് ഈസ് ഡൺ ബിഫോർ കമ്പ്യൂട്ടിംഗ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടിനേക്കാൾ മുമ്പാണ് നമ്മൾ സെറ്റ് ഓഫ് ലോസസ് നടത്തുക. അത് ശരിയായിട്ടുള്ളതല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മുമ്പാണ് ഈ പറയുന്ന സെറ്റ് ഓഫ് അല്ല ഇൻട്രാ ഹെഡ്, ഇൻ്റർ ഹെഡ് എന്ന് പറയുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. Number 1, total income is equal to gross total income minus deduction under section under 6A, chapter 6A. Then total income is the base for applying tax rates. Number 3, total income may be negative. 3 statements. 1 and 2 are correct. 2 and 3 only 1 all. നോക്കാം നമുക്ക്. ആദ്യം ടോട്ടൽ ഇൻകം ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാവർക്കും അറിയാം. 80C to 80U കുറച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി ടോട്ടൽ ഇൻകം ഈസ് ദ ബേസ് ഫോർ അപ്ലൈയിങ് ടാക്സ് റേറ്റ്സ്. അതും ശരിയല്ല. ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിലാണ് നമ്മൾ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുക. ഇനി നമ്പർ 3, ടോട്ടൽ ഇൻകം മേ ബി നെഗറ്റീവ്. ടോട്ടൽ ഇൻകം നെഗറ്റീവ് ആകാം. അത് ശരിയാണോ? അല്ല. ടോട്ടൽ ഇൻകം ഒരു കാരണവശാലും നെഗറ്റീവ് ആവില്ല. അവിടെ ഈ പറയുന്ന ലോസ് ഒക്കെ വരും. നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് പതിവ്. ദെൻ നമ്മൾ ടോട്ടൽ ഇൻകം എന്തായിട്ട് എഴുതും? നിൽന്നായിട്ട് എഴുതുക ചെയ്യുക. 0 നില്ലായിട്ടാണ് വരിക. നമ്മളതിനെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല. നമുക്ക് വരുന്ന നഷ്ടം അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാണ് പതിവ് നെക്സ്റ്റ് ഇയറിലോട്ട്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയാൻ സാധിക്കില്ല, നില്ലാണ്, 0. സോ 1ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആൻസർ വരും. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം റിലേറ്റഡ് വിത്ത് ഡിഡക്ഷൻസ്. ഡിഡക്ഷൻസ് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്പർ 1, ഡിഡക്ഷൻസ് ആർ അലൗഡ് ഓൺലി ഫ്രം ടോട്ടൽ ഇൻകം. Then deductions reduce taxable income. 4 options 1 and 3, 2 and 3 only 3 all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, deductions cannot exceed gross total income. ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടില്ല. ശരിയല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 ഹെഡ്സിൻ്റെ സമ്മേഷൻ ആണ്. അതിനേക്കാൾ കൂടുതൽ വരില്ല ഡിഡക്ഷൻസ് ഒരു കാരണവശാലും. ശരിയാണ്. ഇനി ഡിഡക്ഷൻസ് ആർ അലൗഡ് ഓൺലി ഫ്രം ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് ഡിഡക്ഷൻസ് കുറയ്ക്കാന്ന്. അത് തെറ്റല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോൾ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U കുറയ്ക്കുമ്പോഴാണ് ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഡിഡക്ഷൻസ് റെഡ്യൂസ് ടാക്സബിൾ ഇൻകം. അത് ശരിയാണ് അല്ലേ? ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മുടെ ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ ടോട്ടൽ ഇൻകം കുറയും. ടോട്ടൽ ഇൻകം കുറയുമ്പോൾ ടാക്സബിൾ ഇൻകം അല്ലേ, ടാക്സ് ലൈബിലിറ്റി കുറയുന്നുള്ളതാണ്. ഡിഡക്ഷൻസ് റിഡ്യൂസ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് അല്ല, ടോട്ടൽ ഇൻകം കുറയും, ടാക്സബിൾ ഇൻകം കുറയുന്നുള്ളതാണ്. ഡിഡക്ഷൻസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം എമൗണ്ട് നമ്മൾ കുറച്ച് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി, ടാക്സബിൾ ഇൻകം കുറയും. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഓക്കെ, ഇതാണ് നമ്മൾ ടാക്സിൻ്റെ ആദ്യത്തെ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊരു 5 ചോദ്യങ്ങൾ കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മറ്റൊരു മൊഡ്യൂളിലോട്ട് കിടക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാ പേപ്പറും മാറി മാറി നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.